തിരുവനന്തപുരത്ത് തിരുമലയ്ക്കും പേയാറിനൊക്കെ അടുത്ത ലൊക്കേഷനിൽ 5.3 സെന്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂം അങ്ങനെ 5 ബെഡ്റൂമോട് കൂടിയ ഒരു ലക്ഷറി വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 98 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ 3 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 3 അല്ല, വേണമെങ്കിൽ 4 കാറിലും പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. മുറ്റം മുഴുവനായി ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലെ കാഴ്ചകളിലേക്ക് വരാം. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തും ഷൂറാക്കും കൊടുത്തിട്ടുണ്ട്, സിറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ 2 ഭാഗം സിറ്റിംഗ് സ്പേസ് ഉണ്ട്. 2 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന സിറ്റിംഗ് സ്പേസ് ആണ്. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 4 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റിംഗ് സ്പേസ് ആണ്. മുകളിലെല്ലാം സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന എല്ലാം തടിയുടെ പാനലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഡബിൾ ഡോർ തുറന്ന് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ വലിയ ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 8 അടി നീളവും വരുന്ന ഒരു ടൈലാണ്. അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ട്രഡീഷണൽ രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുന്നത്. എല്ലാം ജിപ്സം ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നിഷ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് കാണാം. ഇനി നമുക്ക് നേരെ ഇവിടെ ടി വി യൂണിറ്റിലേക്ക് വരാം. ടി വി യൂണിറ്റ് അതുപോലെ തന്നെയാണ് ആ ഒരു വുഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടി വി യൂണിറ്റ് അകത്തായിട്ടാണ് DB കൊടുത്തിരിക്കുന്നത്. DB നോക്കുവാണെങ്കിൽ ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം V-Guard എന്ന ബ്രാൻഡാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ടി വി ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരും. ഇവിടെ അതുപോലെ തന്നെ സ്വിച്ച് ബോർഡെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ആർച്ച് കൊടുത്തിട്ടുണ്ട്. ആർച്ചിൻ്റെ അടിയിലായിട്ട് ബേസ് ക്യാബിനറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം കാണാം കണ്ടോ. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തും അതുപോലെ തന്നെയാണ്. നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വലിയ ടൈൽസാണ്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ടെക്സ്ചർ വർക്ക് കാണാം. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കി ഇവിടെയും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതിനടിയിലായിട്ടും സ്റ്റോറേജ് സ്പേസ് കാണാം. ഇനി ഈ 2 ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആർച്ച കൊടുത്താണ് നമ്മൾ കിച്ചണിലേക്ക് വെൽക്കം ചെയ്യുന്നത്. ഇവിടെ ഫുള്ള് CNC കട്ടിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തടിയുടെ വർക്കാണെന്ന ഫുള്ളി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഇവിടെ എല്ലാം നിർമ്മിച്ചിരിക്കുന്ന എല്ലാ വുഡ് തന്നെയാണ്. വുഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തെല്ലാം സിമ്പിളായിട്ട് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് വലിയൊരു പുള്ളി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തും ഷെൽഫിൽ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ പോലും വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടി സുഖമായിട്ട് സ്പേസ് ഉണ്ട്. അതിൻ്റെ കണക്ഷൻ എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റോറേജ് സ്പേസ് ഇവിടെ മാത്രമല്ല, അടിഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെയും കാണാം യൂണിറ്റുകൾ. അപ്പോൾ നമുക്ക് 2 ഭാഗത്ത് നോക്കിയാൽ ഇവിടെ എല്ലാം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ ആയിട്ടൊരു അകത്തൊരു ഫുള്ളി യൂണിറ്റ് കാണാം. ഒരു റൊട്ടേറ്റിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വെക്കണമെങ്കിൽ ഇവിടെ വയ്ക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാ സ്റ്റോറേജിനും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, അതുകൂടാതെ ഇവിടെയുണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെ നോക്കുവാണെങ്കിലും തടി ഡിസൈനിലുള്ള ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലും അതുപോലെ തന്നെയാണ് ആ ഒരു വുഡ് ഡിസൈനിലുള്ള സീലിംഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും അതായത് നമ്മുടെ ബെഡിൻ്റെ 2 ഭാഗത്തായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ബെഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഫുള്ളി തടിയിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ഷെൽഫുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എല്ലാം ഹാങ്ങിങ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാങ്ങിങ് റോഡെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുവാണെങ്കിൽ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് കാണാം. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്. ചെയ്തിരിക്കുന്ന എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. വോൾ മൗണ്ടഡ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ഇവിടെ ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ജാഗ്വാർ തന്നെയാണ്. ഇനി നമുക്ക് നേരെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിൽ 2ാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഫോയർ. ഒരു പ്രൈവസി ആയിട്ടാണ് ഒരു ഫോയർ വന്നിട്ടാണ് ബെഡ്റൂമിലേക്ക് വരുന്നത്. ഇതും വുഡ് വർക്കിൻ്റെ ആ രീതിയിലുള്ള ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ടാണെങ്കിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനി വാർഡ്രോബ് നോക്കുവാണെങ്കിൽ നേരത്തെ കണ്ടത് തന്നെയാണ്. വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിറർ യൂണിറ്റ് അകത്തും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. അതും ജാഗ്വാർ തന്നെയാണ്. ഇനി 3 ബെഡ്റൂമുകളിൽ മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ സ്റ്റെയറിൻ്റെ പാനലെല്ലാം ചെയ്യുന്ന തടി തന്നെയാണ്. ഇവിടെ ആയിട്ടും സ്റ്റോറേജ് സ്പേസ് ആണ്. അതെല്ലാം തടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. മുകളിലേക്ക് ഇവിടെ ആയിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ പർഗോളയും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് സ്റ്റെപ്പിൻ്റെ ആ ഭാഗത്തായിട്ട് ഫുള്ള് കൊത്തുപണികൾ കാണാം.
അവിടെ എല്ലാം CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്, കൊത്തുപണി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന വീടാണ്. ഇനി നമ്മൾ നേരെ വരുന്ന അപ്പർ ലോഞ്ചിലേക്കാണ്. അപ്പർ ലോഞ്ചിലേക്ക് ഒരു TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും സർഫസ് ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സിറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുണികൾ തേക്കണമെങ്കിൽ അയൺ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഷെൽഫ് കാണാം. ഇനി ഇവിടെയും 3 ബെഡ്റൂമുകളുണ്ട്. അതുകൂടാതെ നമുക്ക് ഇനി വലിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ബാൽക്കണിയാണ്. നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ വിശാലമായി കിടക്കുന്ന ഒരു ബാൽക്കണിയാണ്. ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്ന തടി തന്നെയാണ് പാനൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽസ് അതിനടിയിലായിട്ട് മൊത്തത്തിൽ CNC കട്ടിങ് ഉപയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു ബാൽക്കണി ഏരിയ ആണ്. ഒരു ട്രഡീഷണൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്ന മോഡേൺ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയാണ്. വിത്ത് മൊത്തത്തിൽ ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്, എല്ലാം വുഡ് രീതിയിലുള്ള ടൈൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പർഗോകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് വരാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബാൽക്കണി വഴി നേരെ ബെഡ്റൂമിലേക്ക് വരാം. 2 ഓപ്ഷൻ വരാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെയും ആ ഒരു വുഡ് രീതിയിലുള്ള ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ അതുപോലെ തന്നെയാണ് വുഡ് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ബെഡ് സ്പേസിൻ്റെ 2 ഭാഗത്തായിട്ടും ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാർഡ്രോബ് കാണാം, മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം എങ്ങനെയുണ്ടോ നോക്കാം. വാഷ്റൂം ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്ന ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെ, അല്ലെങ്കിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഡൈവർട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഇവിടെ യൂസ് ചെയ്യുന്ന തടിയുടെ രീതിയിലുള്ള ടൈൽസ് തന്നെയാണ്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ആയിട്ടുണ്ട്. ഇവിടെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഭിത്തിയുടെ അകത്തേക്കാണ് കൊടുത്തത്. ഒരു കൺസീൽഡ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തെല്ലാം കൃത്യമായിക്കൊണ്ട് വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഉള്ളുണ്ട്. മുകളിൽ അതുപോലെ തന്നെയാണ്. ഇവിടെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ജാഗ്വാർ തന്നെയാണ്. ജാഗ്വാർ അല്ലാതെ വേറെ ഒരു ബ്രാൻഡ് യൂസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ 5ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 5ാമത്തെ ബെഡ്റൂം. ഇവിടെയും തടി രീതിയിലുള്ള ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ കണ്ട റൂമുകളിലും ആ ഒരു വുഡ് ഡിസൈനിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ഉണ്ട്. അതുപോലെ എല്ലാ റൂമിലും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 3 ഷെൽഫുള്ള വാർഡ്രോബ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് മേക്കപ്പ് ഏരിയ അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ്റൂം നോക്കുകയാണെങ്കിലും എല്ലാ ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാർ തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ഇവിടെ ഡോറുണ്ട്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നേരെ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നേരെ വരുന്നത് ആ വിശാലമായിട്ടുള്ള ബാൽക്കണിയിലേക്കാണ്. ഇതിങ്ങനെ കറങ്ങി ചുറ്റി പോകാൻ പറ്റുന്ന ഒരു വലിയ ബാൽക്കണിയാണ്. അപ്പോൾ 5.3 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂം, അങ്ങനെ 5 ബെഡ്റൂമുള്ള ഈ ലക്ഷറി വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 98 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.